ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ അറസ്റ്റിലായ 4 പ്രതികളെയും ഇന്ന് റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് പക്ഷേ ഹൈക്കോടതി തടഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് മുഹമ്മദ് റഗീസ് തത്സമയം പ്രൈം ടൈമിൽ ചേരുകയാണ്. റഗീസ്, വിവരങ്ങൾ. ഇതിപ്പോൾ ഈ അപകടം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഈ പറയുന്ന സർക്കാർ മറ്റെല്ലാവരെയും ഒരുപോലെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. അതായത് RCBയെയും ഈ പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് ടീമിനെയും ഒപ്പം തന്നെ ഈ ക്രിക്കറ്റ് അസോസിയേഷനെയും, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ. അപ്പോൾ ഈ 3 സംഘങ്ങളും ഇന്ന് കോടതിയിൽ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. പ്രധാനമായിട്ടും ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ക്രിക്കറ്റ് അസോസിയേഷനാണ്. ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായ എല്ലാ കേസുകളും ക്വാഷ് ചെയ്യണം എന്നൊരാവശ്യം അവർ ഉന്നയിച്ചു. എന്നാൽ അത് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കോടതി കടന്നില്ല എങ്കിലും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ക്രിക്കറ്റ് അസോസിയേഷന് ഒരല്പം ധൈര്യമായി. ഈ പോരാട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ തങ്ങൾക്ക് നേടാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കായി. എന്നാൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എത്തിയ RCBയുടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് ഹെഡിന് ഈ ഒരു ആനുകൂല്യം കോടതി നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെ സാധൂകരിച്ചുകൊണ്ടാണ് കോടതി സംസാരിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഉൾപ്പെടെ 4 പേരെ കോടതി റിമാൻഡ് ചെയ്യാനും തീരുമാനിച്ചത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏതൊക്കെ തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താം എന്നുള്ള ആലോചനയാണ് ഈ മറ്റു 3 പേരും നോക്കുന്നത്. മറിച്ച് സർക്കാർ എങ്ങനെയൊക്കെ ഇത് തങ്ങളുടെ പെടലിൽ നിന്ന് ഊരാം എന്ന് ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റിയത്. അദ്ദേഹം ഇടപെട്ടുകൊണ്ട് സർക്കാരിന് മൈലേജ് ഉണ്ടാകും, അതുകൊണ്ട് ഈ പരിപാടി നടത്തണം എന്ന് വാശി പിടിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റിയിരിക്കുന്നത്. മാത്രമല്ല, സിദ്ധരാമയ്യ, DK ശിവകുമാർ തർക്കം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉണ്ടായി വരുന്നു എന്നുള്ള സൂചന കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ പോലീസുകാർക്കെതിരെ വലിയൊരു നീക്കം സിദ്ധരാമയ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം DK ശിവകുമാർ തലേന്ന് പോലീസിനെ ന്യായീകരിച്ചു വരുമ്പോൾ പിറ്റേന്ന് സിദ്ധരാമയ്യ ഇടപെട്ടുകൊണ്ട് പോലീസിനെ ഒക്കെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ 5 പേരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അസാധാരണമാണ്.